എന്താ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനോട് ഇത്ര വിരോധം? പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ചെയ്യുന്നവർ ഭീരുക്കളാണ്, പേടിത്തൂറികളാണ്. അവർക്ക് എന്ത് ചെയ്താലും എല്ലാവരുടെയും ഗുഡ് ബുക്കിൽ കയറണം, ആരും എന്നെ വിമർശിക്കരുത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറയുകയാണെ, തൃപ്പൂണിത്തുറ ഒരു കടയുണ്ട്, ഒരു തടിച്ചിട്ടുള്ള ഒരു ചേട്ടനാണ് ഫ്രണ്ടിലിരുന്ന് നമുക്ക് ഹോട്ടലില് എല്ലാ കാര്യങ്ങളും മീൽസിന്റെ കാര്യമൊക്കെ പറഞ്ഞു തരുന്നത്. ആളുടെ പേര് മൃണാളാണ്. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റാ? എനിക്കറിയില്ല, അറിയൂ. എന്റെ പേര് ഒരുപാട് പേര് തടിയെന്ന് മൊബൈലിൽ സേവ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചിലപ്പോ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരാളെ, ഇപ്പൊ ഇയാളെ അഭിദേവ് കാണാൻ വേണ്ടി ഞാൻ ഈ റെസ്റ്റോറന്റിൽ വരികയാണ്. അവർ ആ ചെയറിൽ അതുപോലെ ഇരിക്കുകയാണ്. ഞാൻ കയറി വരുമ്പോ അഭിദേവ് വിളിച്ചോണ്ടാ വരുന്നെന്ന് വെച്ചു. അവര് പുറത്തേക്ക് അല്ലേ, ഞാൻ പുറകിൽ നിന്ന് കാണുകയാണെങ്കിൽ ഇറങ്ങി ചെയ്യുന്നത് തടിയെന്നായിരിക്കും സേവ് ചെയ്തത്. തടിയൻ മൃണാളെന്നായിരിക്കും. മൃണാളിനെ തടിയെന്ന് സേവ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം മൃണാൾ യുണീക് നെയിമാണ്. എന്റെ പേര് വല്ല ഷാജിന്നോ ബിജുന്നോ ഒക്കെ ആണെങ്കിൽ തടിയൻ ബിജു സേവ് ചെയ്യേണ്ടി വരും. സേവ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല, അവരും ചെയ്യില്ലായിരിക്കും, പക്ഷെ ആരെങ്കിലും ചെയ്തു എന്ന് വരും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒരു കോമ്പിനേഷനിൽ ഫിക്സ് ആയി വന്നതായിരുന്നു. സോറി, സാമ്പാർ. ഒരു മിനിറ്റ്, ഒരു പണി എടുത്തോണ്ടിരിക്കുകയാണ്, ഡിസ്റ്റർബ് ചെയ്യരുത്. ലൈം പിക്കിള്, ഒരു നാല്. അപ്പൊ അവരുടെ ചുമലിന്റെ മോളിൽ കൂടെ അവരുടെ മൊബൈൽ റിങ് ചെയ്യുന്ന ഞാൻ കാണാണ്. എന്റെ പേര് ബിജു എന്നാണ്, തടിയൻ ബിജു. എന്റെ തടിയിൽ എനിക്ക് അപകർഷത ബോധം ഇല്ലെങ്കിൽ, ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ എനിക്ക് ഇതിനൊരു പ്രശ്നം തോന്നണ്ട. എനിക്ക് ഇന്നലെ തോന്നിയിട്ടില്ല. അതാണ് അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ. എടോ, ഇത്രയും തടിയുള്ള ഒരാളെ തടിയൻ എന്നല്ലാണ്ട് പിന്നെന്താ വിളിക്കുക? ബോഡി പോസിറ്റിവിറ്റി. അപ്പൊ ഏത് ബോഡി പോസിറ്റിവിറ്റി? അവനിൽ കോൺഫിഡൻസ് ഉണ്ടാവണം ഒരു മനുഷ്യന്. മറ്റുള്ളവൻ എന്ത് പറയുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് തന്റെ മനസ്സ് ലോലാവുന്നുണ്ടെങ്കിൽ താൻ ലോലായതുകൊണ്ട് ഇതിലെന്ത് പ്രശ്നം? പക്ഷെ അതേ സമയത്ത് തടീനെ കളിയാക്കുന്ന വേറെ പ്രശ്നമാണ്. ഒരാൾ തീരുമാനിക്കുകയാണ് മൃണാള് തടിയനാണ്, അതുകൊണ്ട് മൃണാളിന് ബുദ്ധിപരമായി സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ മൃണാള് തടിയനാണ് അതുകൊണ്ട് തന്നെ മൃണാളിന് 100 മീറ്റർ ഓടാൻ പറ്റില്ല, അല്ലെങ്കിൽ മൃണാള് തടിയനാണ് അതുകൊണ്ട് തന്നെ അയാൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ല. ഇതൊന്നും ആരെങ്കിലും പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല, വെറുതെ പറയണം. അത് പറയുന്നതിന് വിവരക്കേട്, അത് എന്റെ പ്രശ്നമല്ല. ഈ അവനിൽ കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് കാര്യം. എന്ന് വെച്ചാൽ വേറൊരു പ്രശ്നം ഉണ്ടാവില്ല. പ്രായം ഒരു എലമെന്റ് ആണ്. എന്റെ ചെറിയ പ്രായത്തില് ഈ ഹൈറ്റ് ഉണ്ടാവും. അന്ന് ഒരാള്, ഇപ്പൊ എന്റെ അച്ഛന്റെ അച്ഛൻ CPM വലിയ നേതാവായിരുന്നു. എന്തൊരു ടേസ്റ്റാ! കുറച്ച് സാമ്പാർ, കുറച്ച് തൈര്, കുറച്ച് ലൈം പിക്കിളും. ഞാൻ അതുപോലെ ഒരു കാര്യം പറയാം. കുറച്ച് റൈസ്, കുറച്ച് റായ്ത്ത, ഒരു പീസ് ചിക്കൻ അതിന്റെ മേലെ, പിന്നെ പുതിന ചട്നി അല്ലേ, ഇതും സൂപ്പർ അല്ലേ? ഗോപിയേട്ടൻ എപ്പോഴും പറയും ഒരു കോമ്പിനേഷൻ കണ്ടുപിടിക്കണമെന്ന്. ആ കോമ്പിനേഷൻ എവിടുന്ന് വരും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നാളെ ഇതേ കറികൾ റിപ്പീറ്റ് ചെയ്യില്ല. ഇതേ കറികൾ റിപ്പീറ്റ് ചെയ്താൽ തന്നെ ഇതേ വെജിറ്റബിൾ ആയിരിക്കൂല. ഇതൊക്കെ ചോദ്യം മറന്നില്ലേ? ഞാൻ ചോദ്യം മറന്നിട്ടില്ല. മറന്നു. നീ പറ, നീ എന്താ ചോദിച്ചേ? നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നു അതെ, അച്ഛൻ CPIM നേതാവായിരുന്നു. പക്ഷെ എന്താ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്? എന്താ വിഷയം? പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അല്ല, ഒരു പ്രത്യേകതയുണ്ട്, പ്രായം. നിനക്ക് ഓർമ്മയില്ല, അവരെ പിരിച്ചു വിടും കൊള്ളുക. നിന്നെ അവര് പിരിച്ചു വിടുകയാണെങ്കിൽ നിനക്ക് എന്റെ ചാനൽ ജോയിൻ ചെയ്യാം. എടോ, ഫ്രീ ഫുഡ് എടോ, എത്ര കിട്ടൂ? ചാനൽ കിട്ടുമോ? അതിട്ടില്ല. പിന്നെ സ്നേഹം. നിങ്ങൾ ഈ പണ്ട് ഞാൻ ക്യാൻറ്റീനുള്ളപ്പോഴേ 2 ആൾ കൂടി ഒരു ചോറ് മേടിക്കും, എന്നിട്ട് റീഫിൽ ചെയ്ത് കഴിക്കും. നിങ്ങൾ അങ്ങനെ അയച്ചില്ല?
നിങ്ങൾ റിച്ച് ആയതുകൊണ്ടാണ് 2 ആൾ റീഫിൽ ചെയ്യുന്നത്. ഞങ്ങൾ 4 5 പേര് റീഫിൽ. ദാരിദ്ര്യമല്ലേ. ഇവിടെ റീഫിൽ എന്ന് പറഞ്ഞ നിങ്ങൾ എന്തിനാണ് ലോകം മുഴുവനുള്ള ആൾക്കാരെ നന്നാക്കാൻ പോകുന്നത്? ഈ ലോകത്തുള്ള 800 കോടി ആൾക്കാരെ അല്ലെങ്കിൽ 700 ചില്ലറ കോടി ആൾക്കാരെ പൊളിറ്റിക്കലി കറക്റ്റ് ആക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ല. നിങ്ങൾ എന്തിനാ ഇതിന്റെ പുറകെ പോകുന്നത്? സ്റ്റുപ്പിഡിറ്റി. ബുദ്ധിജീവികളാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ പുറകെ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. ബുദ്ധി ഇല്ലാത്ത ജീവികളാണെന്ന് എനിക്ക് പറയാം. ഇത് അത്രേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ചന്ദ്രനെ നോക്കി കുരക്കും ഊളന്മാര്. ചന്ദ്രൻ എന്തിനാ തിരിച്ചു വരയ്ക്കുന്നത്? നമ്മൾ നമ്മുടെ പണിക്ക് പോയാൽ മതി. പക്ഷെ അതിന് ചന്ദ്രന് കോൺഫിഡൻസ് വേണം, ഞാൻ ചെയ്യുന്ന പണി ഇതിൽ മഹത്തരാണ്. അത് ചിലപ്പോ ഈ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല. അതുണ്ടായി കൊടുക്കണം. ഇപ്പോ ബിരിയാണികൾക്കെതിരെ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം കോഴിമുട്ട വെക്കുന്നില്ല എന്നാണ്. മൃണാൾ അതിനെതിരെ മൃണാള് കോഴിമുട്ട വെക്കുന്നില്ല, കാശ് വന്നാലേ വെക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നല്ലാണ്ട് കോഴിമുട്ട മേടിക്കാൻ പൈസ കൊടുക്കണം. നേരത്തെ പറഞ്ഞ ആത്മാർത്ഥത, പാഷൻ, മറ്റേ സാധനം, അത് കോഴിമുട്ട കിട്ടൂല. അപ്പൊ ബിരിയാണി വിത്ത് കോഴിമുട്ട, വിത്തൗട്ട് കോഴിമുട്ട അങ്ങനെയൊക്കെ ഉണ്ടോ? ബിരിയാണി വിത്തൗട്ട് കോഴിമുട്ടയേ ഉള്ളൂ. കാശ് തന്ന കോഴിമുട്ട തരും. ഇവിടെ 120 രൂപ തന്നു കഴിഞ്ഞാല് ഏകദേശം 500 ഗ്രാമോളം റൈസും ഒരു 110 ഗ്രാമോളമുള്ള ചിക്കൻ പീസും ഉള്ള ബിരിയാണി കിട്ടും. ബെസ്റ്റ് കൈമ റൈസിൽ, ഫ്രഷ് ചിക്കനിൽ. അതായത് ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കാനുള്ള ബിരിയാണിയുടെ ചിക്കന് ഇപ്പോഴും ജീവനുണ്ടാവും. ഇല്ല, പാടായിരിക്കും. ഇപ്പൊ 3 മണിയാവാറായി. അപ്പം ഇത് പറഞ്ഞു ശീലിച്ച് തെറ്റിപ്പോയതാ. അത് കട്ട് ചെയ്തേക്കട്ടെ. ഒരു 2 മണിക്ക് ഉണ്ടാവും. ഓക്കെ, 1:45. ഇത് പുറകോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു, കോഴിമുട്ട ബിരിയാണി. മീൽസ് ഉണ്ടാകുന്ന ഷെഫ് രാജീവ് എറണാകുളംകാരനാണ്. അപ്പൊ എന്റെ അമ്മയും എന്റെ ഭാര്യയുടെ അമ്മയാണ് ഈ റെസിപ്പിയുടെ ഒക്കെ പുറകിലുള്ളത്. ഇത് ഞാൻ കഴിച്ചപ്പോണ്ടല്ലോ, ഈ ചിക്കൻ കഴിച്ചപ്പോണ്ടല്ലോ, എന്റെ നാട്ടിലെ ചില കല്യാണങ്ങളുടെ തലേന്ന്, ഇന്നത്തെ കാലത്തല്ല, അന്നത്തെ കാലത്ത്, നിങ്ങളുടെ ചെറുപ്പകാലത്ത്, അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാനും ചെയ്യുന്ന പോലെ 10-12 കൊല്ലത്തെ വ്യത്യാസമേ ഉള്ളൂ. എന്നാലും ഉണ്ടല്ലോ എടാ, മനസ്സുകൊണ്ട് ഞാൻ വെറും 16 പ്രായപൂർത്തിയായിട്ടില്ല. എല്ലാവർക്കും തോന്നണ്ടത്. ഞാൻ ഈ മനസ്സും വെച്ചൊരു ബാറിൽ പോയാൽ എനിക്ക് കള്ള് കിട്ടൂല. 18 വയസ്സായില്ല, 21 എന്തോ ആവണ്ടേ, എന്തോ കിട്ടൂല. അമ്മേനെ ഓർമ്മ വരുന്നുണ്ടല്ലേ പല പല. ഞാൻ എല്ലാ ദിവസവും വേറെ കാരണമൊന്നുമില്ല എനിക്ക് അമ്മേനെ ഓർമ്മിക്കാൻ. അമ്മയെ ഓർമ്മിക്കാൻ മാതൃദിനം, അച്ഛനെ ഓർമ്മിക്കാൻ പിതൃദിനം, മക്കളെ ഓർമ്മിക്കാൻ വേറൊരു ദിനം. അല്ലല്ല, ഫുഡ് ടേസ്റ്റ് ചെയ്തപ്പോ അങ്ങനെ ഓർമ്മിച്ചോ? എന്റെ അമ്മേനെ അച്ഛനെ എനിക്ക് ഏറ്റവും കൂടുതൽ എത്രയും ഓർമ്മ വരും. എപ്പോഴാണ് ഓർമ്മ വരുമെന്ന് അറിയാം? ഞാൻ എന്തെങ്കിലും തോന്നിയ ദിവസം ചെയ്യുമ്പോ, ഞാൻ റോഡിൽ ഒരു ബസ് ഡ്രൈവറെ ചീത്ത വിളിക്കുമ്പോ, ഒരു ബസ് ഡ്രൈവറെ, അല്ല ഞാൻ അടുത്ത കാലത്തൊന്നും വിളിച്ചിട്ടില്ല, അപ്പൊ ഞാൻ വിളിക്കും, ദൈവമേ ബാക്കിൽ അച്ഛനും അമ്മയുണ്ട്. അവരെ ഓർമ്മിക്കാൻ എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്.